എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാബോ അവനാണെങ്കിൽ അവന് കിട്ടിയ ഏസിന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ അതുപയോഗിച്ച് ആ ബേസ്മെന്റ് തന്നെ അട്ടിച്ച് തകർത്തിരിക്കുകയാണ്. ജയോളാണെങ്കിൽ അവിടേക്ക് വന്ന് സാബോയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അതേസമയം ഇവിടെ ഉസോപ്പിനെ എല്ലാവരും ചേർന്ന് അവരുടെ ഓൾമേറ്റ് ആക്കി മാറ്റി. ബോസ്, നിങ്ങളുടെ ആജ്ഞയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ദാനമായിട്ട് തന്ന ജീവനാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ഉസോപ്പ് അവൻ കറക്റ്റായിട്ട് ട്രിഗർ ചെയ്യും. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ആ പുറകിൽ കാണുന്ന സ്മൈൽ ഫാക്ടറി അത് നശിപ്പിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അവരെ രക്ഷിച്ചുകൂടാ? ഉസോപ്പ് അത് ചോദിക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോ ആ ഫാക്ടറിക്കെതിരായി തിരികെയാണ്. അതേസമയം ഇവിടെ കഹോളയും നമ്മുടെ സാബുവും അവർ രണ്ടുപേരും ഇന്റൻഷനലി ആണ് ആ ഒരു ബേസ്മെന്റ് തകർത്ത് താഴേക്ക് വരുന്നത്. അവളാണെങ്കിൽ ഇപ്പൊ സാബുവോട് പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നിനക്കിപ്പോ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ വെള്ളത്തിലേക്ക് നീ വീണുപോയാൽ നിന്റെ പവർ മുഴുവൻ നിനക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല വെള്ളത്തിൽ കിടന്ന് നീ മരിച്ചു പോകും. അത് കേട്ട് സാബുവും ഇപ്പൊ കെയർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ഉസോപ്പിന്റെ ആജ്ഞ അനുസരിച്ച് അവരെല്ലാവരും ആ സ്മൈൽ ഫാക്ടറി അത് തകർക്കാൻ തയ്യാറാവും. അത് കണ്ട ട്രബോൾ വില്ലൻ അവരാണെങ്കിൽ ഒരു കയ്യില് ഇപ്പൊ ഷുഗറിനെ അങ്ങനെ ചേർത്ത് പിടിക്കും. അതിനുശേഷം ആ കമ്പനിയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒറ്റൊരാൾ പോലും ഈ ഫാക്ടറിയിൽ കൈവെക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ ബോസിന്റെ ഫാക്ടറിയാണ്. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ തൊട്ടാ അവൻ വിവരം അറിയും. പക്ഷേ ഇവിടെ നമ്മുടെ ആൾക്കാർ ഓൾറെഡി എല്ലാം തന്നെ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓളെ സാബു ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് ചാടി ചാടി ആ ഫാക്ടറിക്ക് നേരെ പോവാണ്. മറ്റൊരു ഭാഗത്ത് വേർജസ് അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തത് അത് ലൂഫിയാണെന്ന് കരുതിയിട്ടാണ്. പക്ഷേ അത് ലൂഫിയല്ല, സാബു ആണ്. മാത്രമല്ല ഒരുപാട് ആഗ്രഹിച്ച ആ ഡബിൾ ഫ്രൂട്ട് അതും അവനെ കൊണ്ട് ഇപ്പൊ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ അവനങ്ങനെ പല്ല് കട്ടിച്ചു നിൽക്കും. അവനാണെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡോഫ്ലമിംഗോട് പറയും ചിന്തിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിലേക്ക് നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടെ ഓടി വരിക. അവരാണെങ്കിൽ ആ ഫാക്ടറി നശിപ്പിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ അവർക്ക് ഫാക്ടറിയുടെ കൂടെ ഇവനെയും തല്ലിക്കൊല്ലാനായിട്ട് കിട്ടി. കട്ട് ചെയ്ത ആ കവള, സാബു, റബേക്ക അവര് മൂന്ന് പേരും ഇപ്പോ ഹാക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഹാക്കിന്റെ കൈക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരത് എന്താണെന്ന് ചോദിക്കും. അതിന് അവനാണെങ്കിൽ നൈസായിട്ട് അത് മറച്ചു പിടിച്ചിട്ട് അവരോട് പറയും, അതൊന്നുമില്ല, ഞാൻ ചെറുതായിട്ട് ഒന്ന് സ്ലിപ്പായിട്ട് വീണതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. റബേക്ക ചുറ്റും നോക്കും. ഓ മൈ ഗോഡ്, ഞങ്ങളുടെ ഈ ഐലാൻഡില് എങ്ങനെയും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സാബു ആണെങ്കിൽ അവന്റെ കയ്യിൽ ഗ്ലൗസ് ഇടുകയാണ്. പക്ഷെ എന്താ, അവന്റെ ഫയർ പവർ അത് കാരണം ആ ഗ്ലൗസ് കത്തിപ്പോവും. പച്ചത്തലേനാണെങ്കിൽ അവിടേക്ക് ഓടി വരും. സാബു മാസ്റ്റർ, നിങ്ങളുടെ കൂടെ ഞാനും ഈ ഫൈറ്റിലുണ്ട്. എന്നെ കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ പച്ചത്തലേനെ കാണുമ്പോൾ തന്നെ ഹാക്കിന് പേടിയാവും. കാരണം അവന്റെ ബാരിയറിൽ കൈയിടിച്ചാണ് ഹാക്കിന്റെ കൈ അത് പൊട്ടിപ്പോയത്. റബേക്ക ആണെങ്കിൽ അവരോട് ചോദിക്കും, സത്യം പറയും, നിങ്ങളൊക്കെ ആരാ? അതിന് സാബോ പറയും, ഞാൻ സാബോ, ലൂഫിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ മൂന്ന് പേരും റെവല്യൂഷണറി ആർമിയിലെ മെമ്പേഴ്സാണ്. സാബോ ആണെങ്കിൽ ലൂഫിയെ കുറിച്ച് പറയും, നിങ്ങളെല്ലാവരെയും ലൂഫി രക്ഷിക്കും. അവൻ അതിനുവേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ പൈററ്റ് കിങ് ആവാൻ പോകുന്ന ഒരു പൈററ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനോട് ഒരുപാട് സ്നേഹവും ബഹുമാനമാണ്. അവനൊരു പൈററ്റാണെന്ന് കേൾക്കുമ്പോൾ നീ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നല്ലവനാണ്. മറ്റു പൈററ്റ്സിനെ പോലെ അല്ല അവന്റെ സ്വഭാവം. സാബോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പോൾ അവരുടെ കുട്ടിക്കാലം അതെല്ലാം ആലോചിക്കുകയാണ്. ഇവിടെ നമ്മുടെ റബേക്ക, അവളുടെ മനസ്സിലാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും റെവല്യൂഷണറി ആർമിയിലെ ഈ മെമ്പേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? അതിന് ഹാക്ക് അവൻ അങ്ങനെ തിരിഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ബോക്സ് തല്ലി പൊട്ടിക്കും. അതിന്റെ അകത്താണെങ്കിൽ ഒരുപാട് വെപ്പൻസ്. അപ്പോഴായിരിക്കും ഹാക്ക് പറയുക, ആക്ച്വലി ഈ കാണുന്ന വെപ്പൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഐലാൻഡിലാണ്. ഇവിടെ നിന്നാണ് ഇത് പല രാജ്യങ്ങളിലേക്കും അവർ കയറ്റി അയച്ച് രാജ്യങ്ങൾ തമ്മിൽ ആവശ്യമില്ലാതെ വാർ ഉണ്ടാക്കുന്നതും ഇതുപോലുള്ള വിൽപ്പന നടത്തുന്നതും. ഇത് തടയാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇതിനു മുൻപും പലതവണ റെവല്യൂഷണറി ആർമിയിലെ സോൾജേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരാരും പിന്നീട് തിരികെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ദൂരത്തായിട്ട് മറിഞ്ഞു നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും പാലസിന് നേരെ ഡോഫ്ലമിംഗോയുടെ ആൾക്കാരെയും അവനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞു വരികയാണ്. ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസിന് അതൊക്കെ കണ്ട് ഒരുപാട് പേടിയാവും. ഇങ്ങനെ ഒരു വമ്പ ട്വിസ്റ്റ് അതവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ നേവി ഓഫീസർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെച്ച് നിൽക്കും. സോൾജേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് സോറോ അവൻ ആ മാൻഷന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുക.
നോക്കും. അവന് മനസ്സിലാവും എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും എന്താ നടക്കുന്നതെന്ന് കാര്യമായിട്ട് മനസ്സിലാവില്ല. പക്ഷെ ആ പീക്കയ്ക്കാണെങ്കിൽ പണ്ടേ കാര്യം മനസ്സിലായി. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാമുറായി ഡോഫ്ലമിംഗോ ആളാണെങ്കിൽ ലിഫ്റ്റിലൂടെ താഴേക്ക് വന്ന് ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. അടുത്ത നിമിഷം കത്തി, ഗണ്ണ്, അങ്ങനെ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവനങ്ങനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആക്ച്വലി ഈ ആയുധങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നവര് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അല്ല, മറിച്ച് ടോയ്സ് ആക്കി മാറ്റി ഇപ്പൊ നോർമലായ മനുഷ്യരാണ്. ഇപ്പോ നമ്മുടെ ഫേക്ക് ഡോഫ്ലമിംഗോയെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ സാമുറായി ആൾ അതിലും വലിയ വീരനാണ്. ആള് സെക്കൻഡുകൾ കൊണ്ട് അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവർ ചുറ്റും നോക്കും. അവൻ എവിടെ പോയി? അവനെ വിടാൻ പാടില്ല. അവനാണ് നമ്മൾ ഇത്രയും കാലവും ദ്രോഹിച്ച നമ്മളുടെ ശത്രു. അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുറ്റും അവരന്വേഷിക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ലിഫ്റ്റിന്റെ മുകൾ ഭാഗം കാണിക്കും. അവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സാമുറായി. കുഞ്ഞിപ്പെണ്ണ് പറയും, ഇവരാരും ഡോഫ്ലമിംഗോയുടെ ആൾക്കാരല്ല. ഡോഫ്ലമിംഗോ അവൻ വർഷങ്ങൾക്ക് മുൻപ് ടോയ്സ് ആക്കി മാറ്റിയവരാണ്. നീ ഡോഫ്ലമിംഗോ ആണെന്ന് കരുതിയാണ് ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്തത്. നീ എത്രയും വേഗം നോർമൽ ആവണം, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അത് കേട്ട് സാമുറായും നോർമലായി മാറി അവന്റെ ഫ്രണ്ടിനെ അന്വേഷിച്ച് ഇപ്പൊ ആ ഫാക്ടറിയിലേക്ക് ഓടും. അതേസമയം ഇവിടെയാണെങ്കിൽ കോള, അവൾക്കാണെങ്കിൽ റോബിനെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം റോബിൻ അവൾ ഒരുപാട് കാലം ആ റെവല്യൂഷണറി ആർമിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേര് ഹഗ്ഗൊക്കെ ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. റോബിനാണെങ്കിൽ അവളുടെ ടീംമേറ്റായ ഉസോപ്പിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ പച്ചത്തലയിന് മാത്രം ഉസോപ്പിനെ കണക്ട് ആവില്ല. അവൻ സ്ട്രോഹാർട്ട് ടീം മെമ്പേഴ്സിന്റെ ആ ഒരു ലിസ്റ്റ് അത് പരിശോധിക്കും. അതിനവന് മനസ്സിലാവാത്ത ഒരേ ഒരു പിക്ചർ മാത്രമാണ് ഉള്ളത്. അത് പെർഫെക്റ്റ് ആയിട്ട് ഉസോപ്പിന്റെ ഫേസുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഓ മൈ ഗോഡ്! അപ്പൊ സോഹെ കിങ് അത് ഇദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കൈറോസിനെ കാണിക്കും. കൈറോസ് ആണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ തല അത് വെട്ടി താഴെയിട്ട് അവന്റെ ശിങ്കടികളെ ഓരോരുത്തരായിട്ട് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ആ കണ്ടെയ്നർ വില്ലൻ ആണെങ്കിൽ പറന്നൊക്കെ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൻ ഈസി ആയിട്ട് അവന്റെ സ്ക്വാഡ് വെച്ച് അവനെയും വെട്ടിയെറിയും. അതിനുശേഷം കത്തിയായിട്ട് നിൽക്കുന്ന ബേബി ഫയെ അവൻ തൂക്കിയെടുത്ത് നിലത്തടിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ട്രഫാൽഗറിലോ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞ് ചാടി ഓടി വരികയാണ്. ലോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. യു ആർ അൺബിലീവബിൾ. നിന്നോട് ഞാൻ ആ ഫാക്ടറി നശിപ്പിക്കാനല്ലേ പറഞ്ഞേ, അതിനിടയിൽ നീ എന്തിനാ ഇവിടേക്ക് വന്നേ? പക്ഷെ ലൂഫി ആണെങ്കിൽ അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവന്റെ അടുത്തേക്ക് വരും. ലോയെ ലോക്ക് ചെയ്ത ആ കീ അതിപ്പോ വയലറ്റ് ലൂഫിക്ക് എടുത്തു കൊടുക്കും. ട്രഫാൽഗർ ലോയ ആണെങ്കിൽ ലൂഫിയോട് തീർത്തു പറയും, നമ്മൾ തമ്മിലുള്ള ബോണ്ട് അത് ഇവിടെ വെച്ച് അവസാനിച്ചു. ഇപ്പൊ മുതൽ നമ്മൾ രണ്ടുപേര് ശത്രുക്കളാണെന്ന് പറയും. അത് കേട്ട് ലൂഫി വണ്ടർ അടിക്കാണ്. മിണ്ടിപ്പോവരുത്, ഇനി ഡിസിഷൻ എടുക്കാൻ പോകുന്നത് അത് ഞാനാണെന്ന് പറഞ്ഞ് ലൂഫി അവന്റെ വാ പൊത്തിപ്പിടിക്കും. മറ്റൊരു ഭാഗത്ത് കൈറോസ് ആണെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിരുന്ന ആ ചെയിന് അത് വെട്ടി തകർത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കും. ലൂഫി ആണെങ്കിൽ പതിയെ ആ ഹാൻഡ് കഫ് തുറക്കാൻ ശ്രമിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ആ പീക്ക അവൻ അവിടേക്ക് വന്ന് ഒരു ഒറ്റ ഇടി. ലൂഫിയും വയലറ്റും അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവും. പീക്ക ആണെങ്കിൽ ഡോഫ്ലമിംഗോടെ വെട്ടിയിട്ട തല അതങ്ങനെ അവന്റെ കയ്യിൽ കോരിയെടുക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ അടുത്ത നിമിഷം സംസാരിക്കാൻ തുടങ്ങുകയാണ്. എനിക്കറിയാം എന്റെ എല്ലാ പദ്ധതികളും തകർന്നുവെന്ന്. ഇതിനൊരു പേരുണ്ട്, അത് മറ്റൊന്നുമല്ല, ബേർഡ് കേജ്. അത് കേട്ട് ട്രഫാൽഗറിലോ അവനങ്ങനെ ഫ്രീസ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.